ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എനിക്കൊരുപാട് സന്തോഷം സമ്മാനിച്ച നിമിഷങ്ങളെക്കുറിച്ചാണ്. ഇക്കഴിഞ്ഞ 9-ാം തീയതി രാവുണ്ണി സാറ് നയിക്കുന്ന കാവ്യശിഖ സംഘടിപ്പിച്ച കതിർ ക്യാമ്പിൽ വെച്ച് എൻ്റെ കാവ്യപുസ്തകങ്ങളുടെ പ്രകാശനം നടന്നിരുന്നു. അന്ന് സച്ചിദാനന്ദൻ സാറാണ് പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചതെങ്കിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. പുസ്തക പ്രകാശനത്തിൻ്റെ കുറേ മുമ്പ് തന്നെ പ്രാസകവിതയുമായി അദ്ദേഹത്തെ സമീപിക്കണമെന്ന് വിചാരിച്ചെങ്കിലും അന്നതെനിക്ക് നടന്നിരുന്നില്ല. പിന്നീട് അദ്ദേഹമാണ് എൻ്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും നേരത്തെ സാറിനെ വന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അത് നടന്നില്ല എന്നും ഇനി സാറ് വന്നാൽ കാണാമല്ലോ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനൊരു ചെറിയ വീഴ്ച പറ്റിയെന്നും അത് ബെഡ് റെസ്റ്റിലായെന്നും അദ്ദേഹം പറയുകയും ആശംസ അറിയിക്കുകയും ചെയ്തത്. പ്രകാശനം ഭംഗിയായി കഴിഞ്ഞുവെങ്കിലും സാറിനെ കണ്ടില്ലല്ലോ എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ടും അത് നടന്നിരുന്നില്ല. പിന്നീട് ഞാൻ സാറിനോട് ഈ വിഷയം വന്നപ്പോൾ സാറ് സ്വാഗതം ചെയ്യുകയും ഞാനും രാവുണ്ണി സാറും അംബിക മാഡം ഇക്കയും കൂടി ഇന്ന് പോവുകയുണ്ടായിരുന്നു. സാറ് പറഞ്ഞത് നേരെ റൂമിലോട്ട് വന്നോ, ഞാൻ വീൽ ചെയറിലാണ്, എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്നതാണ്. പെയിന് കുറഞ്ഞിട്ടുണ്ടോ സാറേ? സാറിന് ചെറിയ വേദന ഉണ്ടായിരുന്നു. ഞങ്ങൾ സാറോട് സാറ് പറ്റി തന്നെ ഇരുന്നിട്ട് വാങ്ങിക്കോളാം ഫസ്റ്റ് പറഞ്ഞെങ്കിലും സാറ് വന്നിട്ട് കസേരയിൽ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. എന്നാലും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം വേദന രാത്രി നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അത്രേ. അങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ട് സഹിക്കാന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് പ്രയാസത്തോടൊപ്പം ഒരുപാട് സന്തോഷം ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല സാറിന് 1 മണിക്ക് ശേഷം ഡോക്ടറെ അടുത്ത് വീണ്ടും ചെല്ലേണ്ടതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതൊന്നും ഒരു ഭാവിക്കാതെ സാറ് തുറന്ന മനസ്സോടെ ഞങ്ങളെ സ്വാഗതം ചെയ്യുകയും ഞങ്ങളോട് ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രാവുണ്ണി സാറിനോടുള്ള നന്ദിയും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ അവിടെ പോകുന്ന സാറ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ എനിക്ക് വേണ്ടി അവിടെ വന്നൊരു സാറും കൂടിയാണ്. പിന്നെ ഇന്ന് ഇവരുടെ വിവാഹ വാർഷികമാണ് കേട്ടോ. നമ്മളത് ചെറുതായി ആഘോഷിക്കുകയൊക്കെ ചെയ്ത് പോകുന്നവരെ എനിക്കറിയില്ലായിരുന്നു. പിന്നീട് അവിടെ എത്തിയപ്പോഴാണ് അതറിഞ്ഞത്. എനിക്കിപ്പോ സാറ് പെട്ടെന്ന് എനിക്ക് മറുപടി എനിക്ക് ഭയങ്കര സന്തോഷമായി. ബ്യൂട്ടിയായിട്ട് കരുതുന്നത് എൻ്റെ കാരണം അയ്യപ്പപ്പണിക്കരൊക്കെ ആ കാലത്ത് ഒരുപാട് ചെറുപ്പക്കാർക്ക് ചെറിയ ചെറിയ ഇൻട്രൊഡക്ഷൻസ്, ആദ്യം ഇൻട്രൊഡക്ഷൻ റിക്വസ്റ്റ് വരും. സ്റ്റഡി ചെയ്യാനുള്ള രീതിയിലാണ് ഇത്ര കാലം എന്റെ മനസ്സിന്ന് വരുന്നത്. അങ്ങനെയല്ലേ ശ്രദ്ധിച്ചാലും കുറച്ചുകൂടി ഇതാകും. അപ്പൊ ഇപ്പം കുറച്ച് അതിനോട് ഇത്തിരി ആത്മാർത്ഥത കാണിക്കണമെന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ മുഴുവൻ ആവശ്യപ്പെടുന്ന അതുകൊണ്ടാണ് സാർ എന്റെ പ്രകൃതി അതല്ല. എന്റെ പ്രകൃതി അല്ല, മറ്റു കാര്യങ്ങൾ ചെയ്യണ്ടല്ല, പക്ഷെ മനസ്സിലെപ്പോഴും അതുണ്ടാവും. ഒരാൾക്ക് അയാൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങളും അതൊക്കെ എവിടെയെങ്കിലും കിടക്കും. നിറകുടങ്ങൾ തുളുമ്പില്ല എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണല്ലേ. സ്നേഹത്തിൻ്റെ ഊഷ്മളതയോടെ സന്തോഷത്തിൻ്റെ സുഗന്ധം ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഈ മനോഹരമായ നിമിഷങ്ങൾ ഓർമ്മയിലെന്നും നിലനിൽക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ
വരാറുണ്ടല്ലേ? ഇന്ന് ഞങ്ങളുടെ വിവാഹവാർഷിക. ആണാ? അയ്യോ, ഓ അത് ഞങ്ങൾ പറഞ്ഞില്ല. ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാം ഹോട്ടലിൽ. ഓക്കെ. മതി മതി മതി. വളരെ അപൂർവമായ ഈ നിധിശേഖരത്തിലെ വജ്രശോഭയുള്ള മൊഴിമുത്തുകൾ ഒന്നൊഴിയാതെ പെറുക്കിയെടുക്കാനാണ് ഞാൻ എൻ്റെ ഫോണിൽ റിസീവറും മൈക്കൊക്കെ ഘടിപ്പിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ സൗണ്ടുകൾ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ കണ്ടില്ല. വീട്ടിലെത്തിയപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതിൻ്റെ നിരാശയിലാണ് ഇത് എഡിറ്റ് ചെയ്യാനും 2 ദിവസം വൈകിയത്. കാരണം അത്ര സുതാര്യമായും വ്യക്തമായും മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് ഉത്തേജനം തരുന്ന വിധത്തിൽ അദ്ദേഹം വളരെ ഗഹനമായി സംസാരിച്ചിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു. അതായത് ഞാൻ കേട്ടു, ആസ്വദിച്ചു, ഉൾക്കൊണ്ടു എന്നതിനപ്പുറം വീണ്ടും പുതിയ എഴുത്തുകാർക്ക് പകരാനുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വ്യത എന്നിലുണ്ടായിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ഒന്നിച്ചു കൂടാനുള്ള ഒരവസരം കൂടി അദ്ദേഹം അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താരതമ്യപ്പെടുത്താനാവാത്ത ആ സംസാരം രാത്രിയുടെ ഇരുണ്ട കടലിൽ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന വാക്കുകളായിരുന്നു. ജ്ഞാനത്തിൻ്റെ ആജ്ഞയിലേക്ക് നമ്മെ മുന്നോട്ട് നയിക്കുന്നവയും കൂടിയായിരുന്നു. അതുപോലെ അദ്ദേഹം നടന്നു വന്ന നാൾവഴികളെക്കുറിച്ചും എഴുത്തിൻ്റെ മേഖലകളെക്കുറിച്ചും വളരെ വ്യക്തമായി ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം വിവരിച്ചു തരുന്നുണ്ടായിരുന്നു. കവിതകളുടെ പൂപ്പാടങ്ങൾക്കപ്പുറം സഞ്ചരിച്ചുകൊണ്ട് കാടും മേടും മുട്ടക്കുന്നും പുൽമേടുകളൊക്കെ താണ്ടി ആകാശം കണ്ട് മേഘം തൊട്ട് വീണ്ടും ഭൂമിയിലേക്കിറങ്ങി സാമൂഹികമായ മുന്നേറ്റങ്ങളെക്കുറിച്ചും ജീർണതകളെക്കുറിച്ചും മികച്ച ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ശരിക്കും ഒരു തുറന്ന സംസാരവും തുറന്ന ചർച്ചയുമായിരുന്നു അവിടെ നടന്നത്. എന്താ പറയുക, മനസ്സോർന്ന് സംസാരിക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെ നമ്മൾ 3 പേരും ഇങ്ങനെ ഒരുപാട് സമയം പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അതിമനോഹരമായ നിമിഷങ്ങളായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റെ വോയിസ് നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസം വീണ്ടും വീണ്ടും വരികയാണ്. തീർച്ചയായിട്ടും അതിനൊരവസരം കിട്ടിയാൽ ഒരുപാട് ശ്രദ്ധിക്കും. കാരണം എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ സംസാരപ്പുഴ ഒഴുകി ഒഴുകി പുൽമേടുകളെ തഴുകി കാട് കടന്ന് ആകാശം കണ്ട് മേഘങ്ങളെ തൊട്ട് വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥ. കാരണം പ്രകൃതിയെ അറിയുന്നു, മനുഷ്യരെ അറിയുന്നു, മതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ഒക്കെ കൂടി ഒരു മനോഹരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു.